നമുക്കിന്ന് പ്രീവിയസ് ഇയർ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പീരിയോഡിക് KYC അപ്ഡേറ്റ് ഫ്രീക്വൻസി ഫോർ ഹൈ റിസ്ക് കസ്റ്റമേഴ്സ്? ആൻസർ, വൺസ് ഇൻ 2 years. ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് 2 വർഷം കൂടുമ്പോഴാണ്. എന്നാൽ മീഡിയം റിസ്ക് കസ്റ്റമേഴ്സോ അവർ 8 വർഷം കൂടുമ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യണം. ലോ റിസ്ക് കസ്റ്റമേഴ്സ് ആണെങ്കിൽ 10 വർഷം കൂടുമ്പോഴാണ് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, where a check bears across its face an addition of the name of a banker, either with or without the word not negotiable, that addition constitutes a crossing and the check is deemed to be crossed. ആൻസർ, സ്പെഷ്യൽ ക്രോസിംഗ്. അതായത് ബാങ്കിൻ്റെ പേരെഴുതി ക്രോസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ പേര് എഴുതുകയും അതിൻ്റെ കൂടെ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്ത ക്രോസിംഗ് ആണ് സ്പെഷ്യൽ ക്രോസിംഗ്. നെക്സ്റ്റ്, വെൻ എ ചെക്ക് ഈസ് റോങ്ലി ഡിസോണേഡ് ബൈ ദ ബാങ്ക് ഇറ്റ് ഈസ് ലയബിൾ ടു. ആൻസർ, ഡ്രോയർ. ഒരു ജെന്യുവിനായ ചെക്ക് റോങ് ആയിട്ട് ബാങ്ക് ഡിസോണേഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ മൂലം ബാങ്ക് ഡിസോണേഡ് ചെയ്യുകയാണെങ്കിൽ ആ ബാങ്ക് ഡ്രോയറോട്, ചെക്കിൻ്റെ ഡ്രോയറോട് ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, വൈൽ ഗ്രാൻഡിങ് ലോൺസ് അഗൈൻസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ദ ചാർജ് ഷുഡ് ബി. ആൻസർ, അസൈൻമെൻറ്റ്. വൈൽ ഗ്രാൻഡിങ് ലോൺസ് അഗൈൻസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ദ ചാർജ് ഷുഡ് ബി അസൈൻമെൻറ്റ്. നെക്സ്റ്റ്, BR Act ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് എഫക്റ്റ് ഫ്രം. ആൻസർ, 1 മാർച്ച് 1966. BR Act കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആപ്ലിക്കബിൾ ആയത് 1 മാർച്ച് 1966 മുതലാണ്. നെക്സ്റ്റ്, ഇൻ ആൻ അറ്റംപ്റ്റ് അറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദ RBI ലോഞ്ച്ഡ് ദ നോ ഫ്രിൽ അക്കൗണ്ട് ഇൻ. ആൻസർ, 2005. RBI നോ ഫ്രിൽ അക്കൗണ്ടുകൾ ലോഞ്ച് ചെയ്തത് 2005-ലാണ്. 2012 ഇതിൻ്റെ പേര് മാറ്റി BSBDA അക്കൗണ്ടുകളെന്നാക്കി. BSBDAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ്. ഈ നോ ഫ്രിൽ അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓൺ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മേ അവാർഡ്? ആൻസർ, 20 lakh. മാക്സിമം കോമ്പൻസേഷൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ അനുസരിച്ചിട്ട് കിട്ടാവുന്ന മാക്സിമം കോമ്പൻസേഷൻ എമൗണ്ട് 20 ലക്ഷമാണ്. എന്നാൽ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് 1 ലക്ഷം രൂപ കിട്ടും. അതായത് അവർക്ക് ഈ കേസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം, ചിലവ്, മാനസികമായിട്ടുള്ള അവർക്കുണ്ടാകുന്ന മെൻ്റൽ ഹരാസ്മെൻറ്റ്, അതിനൊക്കെ ആയിട്ട് 1 ലക്ഷം രൂപ കൂടി അധികമായിട്ട് കിട്ടും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JLG? ആൻസർ, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JLG? ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. നെക്സ്റ്റ്, KYC regulations have been introduced in financial transactions under which regulation? Answer, Prevention of Money Laundering Act. Prevention of Money Laundering Act അനുസരിച്ചിട്ടാണ് KYC regulations ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Prevention of Money Laundering Act കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ വേണ്ടിയിട്ടാണ് Prevention of Money Laundering Act കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ആധാർ സീഡിങ്? ആൻസർ, ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനെയാണ് ആധാർ സീഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ ലോൺ ഗ്രാൻറ്റഡ് ഫോർ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് NPA ഇഫ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് thereon remains overdue for. ആൻസർ, 1 crop season. അതായത് ഒരു ക്രോപ്പ് സീസൺ കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആ ലോണ് ഓവർ ഡ്യൂ ആയി മാറും, NPA ആയി മാറും. ഇത് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ലോണിൻ്റെ കാര്യത്തിലാണ്. എന്നാൽ ഷോർട്ട് ഡ്യൂറേഷൻ്റെ കാര്യത്തിൽ 2 crop season ആണ്. 2 crop season കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ അത് NPA ആയി മാറും. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് ബൈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഗവേൺഡ് ബൈ ഡാഷ് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് BR Act. ആൻസർ, സെക്ഷൻ 23. BR Actൻ്റെ സെക്ഷൻ 23-ലാണ് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ് വിത്ത് എഫക്റ്റ് ഫ്രം. ആൻസർ, April 1, 2010. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ് വിത്ത് എഫക്റ്റ് ഫ്രം 1st April 2010.
Which bank introduced first ATM in India? Answer HSBC. Which bank introduced first ATM in India? HSBC. Mutual fund in India is regulated by SEBI. മ്യൂച്വൽ ഫണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ഹൗ മെനി ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആർ ദെയർ ഇൻ ആർ ബി ഐ? ആൻസർ 4. ആർ ബി ഐയിലേക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാക്സിമം കോമ്പൻസേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ ക്യാൻ അവാർഡ് ഫോർ ലോസ് ഓഫ് ടൈം, എക്സ്പെൻസ് ആൻഡ് മെൻ്റൽ ആംഗ്യൂഷ് അണ്ടർ ദ സ്കീം? ആൻസർ 1 lakh. നേരത്തെ നമ്മൾ പറഞ്ഞു, ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം ഒരു പരമാവധി നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. എന്നാൽ ഈ പരാതി കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചെലവ്, സമയനഷ്ടം, മാനസികമായിട്ടുണ്ടാകുന്ന ഹരാസ്മെൻറ്റ് എന്നിവയ്ക്ക് കൂടി മാക്സിമം ഒരു 1 lakh കൂടി കോമ്പൻസേഷനായിട്ട് കിട്ടും. നെക്സ്റ്റ്, IDBI began as a subsidiary of? ആൻസർ RBI. RBIയുടെ സബ്സിഡിയറിയാണ് IDBI. IDBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ജൂലൈ 1964. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. നെക്സ്റ്റ്, മോർഗേജ് ആസ് എ മോഡ് ഓഫ് ചാർജിങ് സെക്യൂരിറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ? ആൻസർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് മോർഗേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മോണിറ്ററി പോളിസി ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്? ആൻസർ 6 members. മോണിറ്ററി പോളിസി ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് 6 members. ഇതിൽ RBI നിന്നുള്ള 3 members ഉണ്ട്. ഗവർണർ ആയിരിക്കും ചെയർപേഴ്സൺ, പിന്നെ ഡെപ്യൂട്ടി ഗവർണർ, RBIയിലെ തന്നെ ഒരു ഓഫീസർ. 3 പേര് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോമിനീസ് ആയിരിക്കും. അങ്ങനെ മൊത്തം 6 പേരാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. The proposal of bad bank scheme in India was submitted by IBA. The proposal of bad bank scheme was submitted by Indian Bank Association. Next, in dash type of endorsement, an agent is signing as an endorser and excludes himself from personal liability. Answer per pro endorsement. എൻഡോഴ്സർക്ക് പകരമായിട്ട് ഏജൻറ്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന എൻഡോഴ്സ്മെൻറ്റിനെയാണ് പെർ പ്രോ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ USA. വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ USA. MMID in mobile banking stand for? Answer mobile money identifier. MMID in mobile banking stands for മൊബൈൽ മണി ഐഡൻറ്റിഫയർ. 2010 ലോഞ്ച് ചെയ്തത്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക്? ആൻസർ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. കളക്ഷൻ ഓഫ് ചെക്കിൻ്റെ കാര്യത്തിൽ ബാങ്കിൻ്റെയും കസ്റ്റമറിൻ്റെയും റിലേഷൻഷിപ്പ് എന്താണ്? ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ RBI. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ RBI. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ RBI? ആൻസർ ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഡെഫ്, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. മിനിമം പീരീഡ് ഫോർ വിച്ച് എ ബാങ്ക് ക്യാൻ അക്സെപ്റ്റ് ടേം ഡെപ്പോസിറ്റ് ഈസ്? ആൻസർ 7 days. ടേം ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് 7 days, മാക്സിമം 10 years. ദ ടേം ബുൾ മാർക്കറ്റ് ആൻഡ് ബിയർ മാർക്കറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത്? ആൻസർ ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ടേമുകളാണ് ബുൾ മാർക്കറ്റ് ആൻഡ് ബിയർ മാർക്കറ്റ്. എ ഡിപ്പോസിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് ആഫ്റ്റർ എ പീരീഡ് ഓഫ്? ആൻസർ 10 years. 10 വർഷമായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാത്ത അക്കൗണ്ടുകളെ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നു. 1 വർഷമായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകളെ ഇനാക്റ്റീവ് അക്കൗണ്ടുകളെന്നും, 2 വർഷമായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാത്ത അക്കൗണ്ടുകളെ ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെന്റ് അക്കൗണ്ടുകളെന്നും അറിയപ്പെടുന്നു. ഈ 10 വർഷമായിട്ട് ട്രാൻസാക്ഷൻ നടക്കാത്ത അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിനെയാണ് ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. When was the DICGC established under RBI? ആൻസർ ജൂലൈ 15, 1978. DICGC മീൻസ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂലൈ 15, 1978. ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദെയർ ഇൻ IFS കോഡ്? ആൻസർ 11. IFS കോഡിൽ 11 ഡിജിറ്റുകളാണുള്ളത്. ഡാഷ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI lent money to commercial bank in the event of any short of funds? ആൻസർ റിപ്പോ റേറ്റ്. RBI കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പണം കൊടുക്കുന്നതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്.
The provision required for a loss asset is 100%. The provision required for a loss asset is 100%. What is the minimum amount of deposit required for opening a basic savings bank deposit account? ആൻസർ നോ മിനിമം ഡിപ്പോസിറ്റ്. BSPD അക്കൗണ്ടുകൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ്. ഇതിൻ്റെ പ്രീവിയസ് നെയിം എന്ന് പറയുന്ന നോ ഫ്രിൽ അക്കൗണ്ട് എന്നാണ്. ഇത് ലോഞ്ച് ചെയ്തത് ശരിക്കും 2005 നെക്സ്റ്റ്, ബൈ നൗ പേ നൗ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡെബിറ്റ് കാർഡ്. ബൈ നൗ പേ നൗ ഡെബിറ്റ് കാർഡാണ്. എന്നാൽ ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് RBI ഡിപ്പോസിറ്റ് സ്വീകരിച്ചാൽ RBI കൊമേഴ്സ്യൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ആൻസർ ലെസ്സർ ലെസ്സി. സേഫ് ഡിപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ലെസ്സർ ലെസ്സിയാണ്. എ ചെക്ക് ഇഷ്യൂഡ് വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കാൾഡ് പോസ്റ്റ് ഡേറ്റ് ചെക്ക്. ഫ്യൂച്ചർ ഡേറ്റ് ഇട്ട് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ചെക്ക് ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആയിരിക്കും. എന്നാൽ ഒരു പ്രീവിയസ് ഡേറ്റ് ഇട്ട് ഇഷ്യൂ ചെയ്യുന്ന ചെക്ക് ആണെങ്കിലോ അതൊരു ആൻറ്റി ഡേറ്റഡ് ചെക്ക് ആയിരിക്കും. നെക്സ്റ്റ്, പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഓവർഡ്യൂ ഇൻട്രസ്റ്റ് ടേക്കൺ ടു ഇൻകം ഹെഡ് ഈസ് ആൻസർ 100%. Provision required for overdue interest taken to income head is dash percentage. Answer 100%. Next, special endorsement is also known as dash endorsement. Answer full endorsement. Special endorsement is also known as full endorsement. Banking Ombudsman scheme was announced as per dash act. Answer BR Act. Banking Regulation Act പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ അനൗൺസ് ചെയ്തത്. ബാങ്ക് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 35A ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക് ഈസ് മലപ്പുറം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക് മലപ്പുറം. സെക്ഷൻ 127 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ ഡബിൾ ക്രോസിംഗ്. സെക്ഷൻ 127 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഡീൽസ് വിത്ത് ഡബിൾ ക്രോസിംഗ്. IBRD ഈസ് ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക്. IBRD is also known as World Bank. Next, largest foreign bank in India. Answer Standard Chartered Bank. Largest foreign bank in India. Answer Standard Chartered Bank. Next, lead bank scheme was started on the recommendation of answer Nariman Committee. Lead bank scheme start ചെയ്തത് നരിമാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഇൻട്രസ്റ്റ് ഓൺ SB deposit is credited to the account of the depositor by cooperative bank. Answer half yearly. Interest on SB deposit is credited to the account of the depositor by cooperative bank half yearly. Lead bank scheme was introduced in 1969. Lead bank scheme was introduced in 1969. How many banks are nationalized in 1969? Answer 14. How many banks are nationalized in 1969? 14 ബാങ്കുകളാണ് 1969 നാഷണലൈസ് ചെയ്തത്.